പ്രധാനമന്ത്രിയുടെ പദവി കൊട്ടും ചേരാത്തവണ്ണം പിന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ സന്തോഷപ്പെടുത്താനാണോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ മറ്റൊരു കമ്മ്യൂണിറ്റിയെ മോശമാക്കി, വളരെ മോശമാക്കി കാണിച്ചാൽ വേറൊരു കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്, അതും പ്രധാനമന്ത്രിയുടെ തലത്തിൽ വിചാരിക്കുന്നത്, അതിനപ്പുറം രാജ്യത്തിന് വേദനാജനകമായിട്ടുള്ള മറ്റെന്ത് കാര്യമുള്ളത്? രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വാക്കുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നിരാശയിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർത്തും നിരാശയിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് വിത്തെടുത്ത് കുത്തുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാതെ വേറെന്താ? ഇത് മനുഷ്യനെ തമ്മിൽ ധരിപ്പിക്കാതെ ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നിട്ട് 10 വോട്ട് കിട്ടുമോ നോക്കുക, ലാസ്റ്റ് എഫേർട്ട് നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അതിൽ ഒരു കാരണവശാലും ജനങ്ങൾ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, എല്ലാ കാര്യത്തിലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. രണ്ട് ഘട്ടം പിന്നിട്ടതോടെ ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടിയോ? തീർച്ചയായിട്ടും ഞങ്ങൾ കോൺഫിഡൻസോട് കൂടിയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും നല്ല മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇലക്ഷൻ നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നിരാശാജനകമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അത് നിർഭാഗ്യവശാൽ രാജ്യത്തിന് മുറിവുകൾ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ്. രാജ്യത്തിൻ്റെ നമ്മുടെ സിസ്റ്റത്തിന് തന്നെ മുറിവുകൾ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ്. തിരഞ്ഞെടുപ്പ് കഴിയും നാളെ, അത് കഴിഞ്ഞാലും ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. അത് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നിർഭാഗ്യവശാൽ അത്തരമൊരു ചിന്തയെ അദ്ദേഹത്തിനില്ല. ഞങ്ങൾ പ്രതിരോധിക്കുന്നത് മോദിയുടെ പ്രതികരണങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ളത് എന്താ പ്രശ്നങ്ങൾ? തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷം. ചെറുപ്പക്കാർ 10 പേര് ഒന്നിച്ച് കൂടിയാൽ അവർ ജോലിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സ്ത്രീകൾ ഒന്നിച്ചു കൂടി അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് സ്ത്രീകൾ ചിന്തിക്കുന്നത്. കൃഷിക്കാരൻ അവൻ്റെ വരുമാന മാർഗത്തെക്കുറിച്ച്. ഇതൊന്നും ചെയ്യാത്ത ഗവൺമെൻറ് അവരുടെ പെർഫോമൻസിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഇഷ്യൂസിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇഷ്യൂസിനെ തിരിച്ചു കൊണ്ടുവരിക, ഈ നാട്ടിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും ജോലി. അങ്ങനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളെയൊന്നും ഞങ്ങൾ വകവെക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വണ്ണമുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെക്കൻഡ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇന്നലെ വൈകിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഫൈനൽ വെബ്സൈറ്റിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1-2 ദിവസം എടുക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത വണ്ണമുള്ള പ്രവർത്തനം നിർഭാഗ്യവശാൽ ഇലക്ഷൻ കമ്മീഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ കംപ്ലയിന്റ് ഉണ്ടായാൽ പാർട്ടി പ്രസിഡന്റിന് കൊടുക്കാമെന്നുള്ളൊരു കീഴ്വഴക്കം പോലും ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പാർട്ടി പ്രസിഡന്റ്. അതുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ഞങ്ങൾക്കും കിട്ടി. രാഹുൽ ഗാന്ധി കൊടുക്കേണ്ട നോട്ടീസ് കോൺഗ്രസ് അധ്യക്ഷന് കൊടുത്തു. മനസ്സിലായില്ലേ? ഇത് രാജ്യത്തെ ലെവൽ പ്ലേയിങ് ഫീൽഡ് പൊളിറ്റിക്കൽ പാർട്ടിയെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നീതിപൂർവമായ ഇലക്ഷൻ നടത്താൻ ഉത്തരവാദപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ, അത് ബാധ്യതപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ സത്യത്തിൽ ഞങ്ങൾക്ക് നിരാശ തോന്നുകയാണ് ആ പ്രവർത്തനത്തെക്കുറിച്ച് കൊടുത്തിട്ട്. ആയിരുന്നു അതിന് അവർ പ്രധാനമന്ത്രി വളരെ ക്ലിയർ ആയിട്ടാണ് കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കത്തക്കവണ്ണമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റിനെ ക്ലിയറായി വയലേറ്റ് ചെയ്തതാണ്. അതിനു മുമ്പേ രാഹുൽ ഗാന്ധിക്ക് എത്രയോ നോട്ടീസ് അയച്ച ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയച്ചില്ല. അതിന് പകരം പാർട്ടി പ്രസിഡന്റ് ഒരു നോട്ടീസ് അയച്ചു എന്ന് വരുത്തി തീർത്തു. പിന്നീട് വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ അപകടകരമായ പരാമർശങ്ങൾ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനാണല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് മാറ്റിയെടുത്തത്. ആ ബില്ല് പാസ്സാക്കിയതാണല്ലോ കേരളത്തിലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കറുത്തൊരു അധ്യായമായിരുന്നു അത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള കമ്മീഷണർമാരെയും ചീഫ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാനുള്ള അധികാരം ഉള്ള 3 അംഗ കമ്മിറ്റിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം, അതുതന്നെയാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള തീരുമാനം ഉണ്ടായിരുന്നത്. ഞങ്ങൾ വളരെ ശക്തമായി എതിർത്തു നോക്കിയതാണ്. ഭൂരിപക്ഷം അവർക്കൂടെ അവർ പാസ്സാക്കി, അവർ തീരുമാനമെടുത്തു. ഇലക്ഷൻ കമ്മീഷനിൽ അവരുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം.